കാർ സ്റ്റീരിയോയിൽ നിന്നും അതിമനോഹരമായ ഒരു പ്രണയഗാനം ചെറിയ ശബ്ദത്തിൽ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഒരു പ്രണയഗാനം കേൾക്കാനുള്ള മൂഡിലല്ലായിരുന്നെങ്കിൽ കൂടി രാത്രിയിൽ തനിച്ചുള്ള യാത്രയുടെ ഭയം മാറ്റാനുള്ള ഒരു കുറുക്കു വഴിയായിരുന്നു അവന് ആ പാട്ട്. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കിഷോർ വാച്ചിലേക്കൊന്ന് നോക്കി. സമയം 1:30. ഓ, ഏത് നശിച്ച നേരത്താണാവോ വണ്ടിയുമെടുത്ത് ഇറങ്ങാൻ തോന്നിയത്. മനസ്സിൽ സ്വയം പ്രാഗിക്കൊണ്ട് അവൻ ആക്സിലറേറ്റർ ചവിട്ടി ഞെരിച്ചു. സമയം അത്രയും ആയതുകൊണ്ടും കാട്ടുവഴിയായതിനാലും നിരത്തിൽ വണ്ടികൾ തീരെ കുറവായിരുന്നു. ഇടയ്ക്കെപ്പോഴെങ്കിലും പോലീസ് ചെക്കിംഗ് പേടിച്ച് ഷോർട്ട് കട്ട് എടുത്തു വരുന്ന ചരക്ക് ലോറികൾ മാത്രമാണ് അവന് കാണാൻ കഴിഞ്ഞത്. തിരുനെൽവേലിയിൽ നിന്നും കിളിമാനൂരിലേക്ക് പോകുന്ന വഴിയിലാണ് കിഷോർ. രാവിലെ 10 മണിയായപ്പോൾ വീട്ടിൽ നിന്നും ഒരു കോള് വന്നിരുന്നു. അത്യാവശ്യമായി വീട്ടിലെത്തണമെന്ന് മാത്രമാണ് അമ്മ പറഞ്ഞത്. പ്രിയയെ പലതവണ വിളിച്ചെങ്കിലും ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. എന്നാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ കുറച്ചധികം സമയം തന്നെ കിടക്കേണ്ടി വന്നു. അതാണ് ഇത്രയും വൈകിയത്. തെന്മല കഴിഞ്ഞ് വിളക്കുംപാറയ്ക്കും കുളത്തുപുഴയ്ക്കും ഇടയിൽ എവിടെയോ ആണ് താനെന്ന് മാത്രം കിഷോറിന് മനസ്സിലായി. കാരണം ആ സ്ഥലങ്ങളിൽ മാത്രമാണ് ധാരാളമായി എണ്ണപ്പനകളുള്ളത്. വലിയ എസ്റ്റേറ്റുകളാണ് എല്ലാം തന്നെ. ഇടയ്ക്ക് തനിക്ക് വഴിതെറ്റിയോ എന്ന് പോലും അവന് തോന്നി. എങ്കിലും അത് കാര്യമാക്കാതെ തന്നെ അവൻ കാർ കൂടുതൽ വേഗത്തിൽ പായിച്ചു. കുറച്ചു മുൻപിലായി വലിയൊരു വളവ് ദൃശ്യമായതും അവൻ പതിയെ കാറിന്റെ വേഗത കുറച്ചു. വളവ് പതിയെ തിരിഞ്ഞതും കുറച്ചകലെയായി ഒരു കാഴ്ച കണ്ടവൻ ഞെട്ടിപ്പോയി. എന്തോ വലിയൊരു കറുത്ത രൂപം റോഡിന്റെ വശത്തുകൂടി നിരങ്ങിപ്പോകുന്നു. ഒരു നിമിഷം അവന്റെ നെഞ്ച് ക്രമാതീതമായി ഉയർന്നു പൊങ്ങി. ഹൃദയം പെരുമ്പറ മുഴക്കുന്ന ശബ്ദം കാറിനുള്ളിൽ പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അറിയാതെ തന്നെ അവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു. വലിയൊരു ശബ്ദത്തോടെ തന്നെ ടയറുകൾ റോഡിൽ ഉരഞ്ഞുകൊണ്ട് കാറ് പൂർണ്ണമായും നിന്നു. പൊടുന്നനെ ആ ശബ്ദം കേട്ടിട്ടെന്നോണം ആ രൂപത്തിന്റെ ചലനം നിന്നു. ഭീതിയോടെ കിഷോർ ആ രൂപത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. പെട്ടെന്നാണ് കിഷോർ അത് കണ്ടത്. ആ രൂപം രണ്ടായി മാറുന്നു. പെട്ടെന്ന് താൻ കണ്ട ഭീകരരൂപം ഒരു വലിയ നായ കറുത്തൊരു പ്ലാസ്റ്റിക് കവർ കടിച്ചു വലിച്ചുകൊണ്ട് നീങ്ങിയതാണെന്ന് മനസ്സിലായതും അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. നാശം പിടിക്കാൻ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. സ്റ്റിയറിംഗിലേക്ക് കൈകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് അവൻ ഗിയർ മാറ്റി. അടുത്ത നിമിഷം ഒരു മുരൾച്ചയോടെ മുൻപോട്ട് കുതിച്ച കാർ റോഡ് സൈഡിൽ നിന്ന നായയുടെ തൊട്ടരികിലൂടെ ചീറിപ്പാഞ്ഞുപോയി. അത് കണ്ട് ഭയന്നുപോയ നായ കുരച്ചുകൊണ്ട് അല്പദൂരം കാറിന്റെ പിന്നാലെ ഓടിയെങ്കിലും പിന്നീട് താൻ വലിച്ചുകൊണ്ടുവന്ന കവറിന്റെ കാര്യം മറന്നതുപോലെ അത് കാടിനുള്ളിലേക്ക് ഓടിമറഞ്ഞു. അതേസമയം മറ്റൊരിടത്ത് കരിങ്കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട വലിയൊരു കോട്ടയ്ക്കുള്ളിലെ ഫ്രീസർ മുറിയിൽ നഗ്നമായി തല കീഴായി കെട്ടിത്തൂക്കിയിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിലെ തൊലി അയാൾ ഉരിഞ്ഞു മാറ്റുകയായിരുന്നു. ഒരു അറവുമാടിനെ കശാപ്പു ചെയ്യുന്ന ലാഘവത്തോടെ അയാൾ അവളുടെ ഓരോ ശരീരഭാഗത്തെയും തൊലി ഉരിഞ്ഞു മാറ്റിയ ശേഷം അതൊരു കറുത്ത വലിയ പ്ലാസ്റ്റിക് കവറിലേക്ക് നിക്ഷേപിച്ചു. അധികം വൈകാതെ തന്നെ തലയും കൈപ്പത്തിയും കാൽപാദങ്ങളും അപ്പോഴും ചലനം നിലയ്ക്കാത്ത വൻകുടലുകളും ചെറുകുടലുകളും കവറിനുള്ളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അല്പസമയത്തിനു ശേഷം അവളുടെ ശരീരത്തിൽ നിന്നും വലിയൊരു മാംസകഷ്ണം മുറിച്ചെടുത്തുകൊണ്ട് അയാൾ ഫ്രീസർ മുറിയോട് ചേർന്നുള്ള അടുക്കളയിലേക്ക് നടന്നു. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അയാൾ ആ മാംസകഷ്ണം മുൻപേ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന മസാലയിലേക്ക് മുക്കിയെടുത്ത് തിളയ്ക്കുന്ന എണ്ണയിലേക്കിട്ടു. അധികം വൈകാതെ തന്നെ അവിടമാകെ വല്ലാത്തൊരു ഗന്ധം പടർന്നു. ആ ഗന്ധം മൂക്ക് വിടർത്തി നന്നായി ആസ്വദിച്ചുകൊണ്ട് അയാൾ ആ മാംസം ചട്ടിയിൽ നിന്നും പുറത്തേക്കെടുത്തു. ചൂടാറും മുമ്പേ തന്നെ വിശന്നു വലഞ്ഞ ചെന്നായെ പോലെ അയാളത് കടിച്ചു പറിച്ച് കഴിക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഏകദേശം 9 മണിയോടുകൂടി ടിവിയിലെ ഫ്ലാഷ് ന്യൂസ് കണ്ടവരെല്ലാം ഒരുപോലെ നടുങ്ങി. കുളത്തുപുഴയ്ക്കടുത്ത് റോഡ് സൈഡിൽ ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ അഴുകിയ നിലയിൽ ഒരു സ്ത്രീയുടെ തലയും മറ്റു ശരീരാവശിഷ്ടങ്ങളും. ഇതായിരുന്നു നാടിനെ തന്നെ നടുക്കിയ ആ വാർത്ത. നിമിഷ നേരം കൊണ്ട് തന്നെ ആ വാർത്ത കാട്ടുതീ പോലെ എങ്ങും പടർന്നു. സോഷ്യൽ മീഡിയയിൽ അതൊരു വലിയ ചർച്ചാ വിഷയം തന്നെയായി മാറി. ഏകദേശം 9:30 ആയപ്പോഴേക്കും സംഭവസ്ഥലത്ത് നാട്ടുകാരും മീഡിയക്കാരും തിങ്ങി നിറഞ്ഞു. പ്രത്യേകം ബാരിക്കേഡ് ചെയ്ത സ്ഥലത്തിനുള്ളിൽ ഫോറൻസിക് ടീം തിരക്കിട്ട ജോലിയിലായിരുന്നു. കുളത്തുപുഴ SI വിനോദും സംഘവും നാട്ടുകാരിൽ ചിലരെയൊക്കെ ചോദ്യം ചെയ്യുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു വൈറ്റ് ഇന്നോവ കാർ ആളുകളുടെ ഇടയിലൂടെ കടന്നുവന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ മീഡിയക്കാർ ഒന്നിനു പുറകെ ഒന്നായി മൈക്കും പിടിച്ച് ആ വാഹനത്തെ വളഞ്ഞു.
അത് കണ്ടതും വിനോദും സംഘവും അവിടേക്ക് ഓടിയെത്തി മീഡിയക്കാരെ ഒരുവിധം ഒതുക്കി നിർത്തിയ ശേഷം വിനോദ് വണ്ടിയുടെ പിൻഡോർ തുറന്നതും യൂണിഫോം ധരിച്ച വെളുത്തു മെലിഞ്ഞ ചെറുപ്പക്കാരിയായ സ്ത്രീ പുറത്തേക്കിറങ്ങി. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കൃഷ്ണ ലേഖ IPS. മാഡം, മരിച്ചതാരാണ്? ഇതൊരു സീരിയൽ കില്ലറിന്റെ സാന്നിധ്യം തള്ളിക്കളയാൻ പറ്റുമോ മാഡം? ആരാണ് മാഡം കേസ് അന്വേഷിക്കുന്നത്? ചോദ്യങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഉയർന്നു. എന്നാൽ എല്ലാം കേട്ട ശേഷം ലേഖ എല്ലാവരെയും ഒന്ന് നോക്കി. നോക്കൂ, ഞാൻ സംഭവം അറിഞ്ഞു വരുന്ന വഴിയാണ്. ആദ്യം ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാം. അതുവരെ ദയവായി ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സമുണ്ടാക്കരുത്. അതുപോലെ തന്നെ ഊഹാപോഹങ്ങൾ മേഞ്ഞ് പബ്ലിക്കിനെ പാനിക് ആക്കരുത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. കൂടുതലൊന്നും പറയാതെ തന്നെ ലേഖ മുൻപോട്ട് നടന്നു. വിനോദ്, എന്താണ് ഫൈൻഡിങ്സ്? എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? മാഡം, കിട്ടിയ അവശിഷ്ടങ്ങൾ ഏകദേശം ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമുള്ളതാണ്. ഇവിടെ നിന്നും 30 മീറ്റർ മാറി കാടിന്റെ ഉള്ളിൽ കുഴിച്ചിട്ടിരുന്നതാണ്. രാത്രിയിൽ ചെന്നായോ പട്ടിയോ മറ്റോ മാന്തിയെടുത്തുകൊണ്ട് വന്നതാണ് ഇവിടെ. ഡോഗ് സ്ക്വാഡാണ് കുഴിച്ചിട്ടിരിക്കുന്ന സ്പോട്ട് കണ്ടെത്തിയത്. പിന്നെ ബോഡിയുടെ ബാക്കി ഭാഗങ്ങൾ എവിടെയാണെന്ന് അറിയില്ല. പിന്നെ ഇത്രയും മാത്രമായി ഇവിടെ കുഴിച്ചിട്ടതിന്റെ പിന്നിലും മറ്റെന്തോ ദുരൂഹതയുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടണമെങ്കിൽ പോലീസ് സർജൻ തോമസിന്റെ എക്സാമിനേഷൻ കൂടി കഴിയണം മാഡം. വിനോദ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ലേഖ ഒന്ന് മൂളി. ഓക്കെ വിനോദ്, ഫോർമാലിറ്റി തീർത്ത് എത്രയും വേഗം ഇത് തോമസിന്റെ അടുത്തെത്തിക്ക്. അതുപോലെ തന്നെ പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് റിപ്പോർട്ട് എനിക്ക് ഇന്ന് തന്നെ തരണം. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കമ്മീഷണറെ കണ്ട ശേഷം തീരുമാനിക്കാം. ഓക്കെ മാഡം. വിനോദ് ലേഖയെ സല്യൂട്ട് ചെയ്ത ശേഷം ക്രൈം സീനിലേക്ക് നടന്നു. ലേഖ കാറിന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടതും മീഡിയക്കാർ ചോദ്യങ്ങളുമായി വീണ്ടും പാഞ്ഞെടുത്തു. മരിച്ചതൊരു സ്ത്രീയാണ്. കാടിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ രാത്രിയിൽ പട്ടിയോ മറ്റോ മാന്തിയെടുത്തതാണ്. കൂടുതൽ കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിനു ശേഷമേ പറയാൻ സാധിക്കൂ. തൽക്കാലം SI വിനോദാണ് കേസ് ഇൻചാർജ്. എന്തെങ്കിലും മാറ്റമുണ്ടായാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ. അവരുടെ ഭാഗത്തു നിന്നും കൂടുതൽ എന്തെങ്കിലും ചോദ്യം വരും മുൻപേ ലേഖ കാറിലേക്ക് കയറിയിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും ഹോൺ മുഴക്കിക്കൊണ്ട് ആ പോലീസ് വാഹനം കമ്മീഷണർ ഓഫീസ് ലക്ഷ്യമാക്കി കുതിച്ചു. വീട്ടിലെത്തിച്ചേർന്ന കിഷോറിനെ കാത്ത് അമ്മ വിലാസിനിയും പ്രിയയും അനിയൻ കിരണും വീടിന്റെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരെയും അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടാണ് അവൻ കാറ് വിട്ട് പുറത്തേക്കിറങ്ങിയത്. ഇതെന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? കിഷോർ വിലാസിനിയോട് ചോദിച്ചുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കയറി. പെട്ടെന്ന് അതിന്റെ മറുപടി എന്നോണം വിലാസിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മോനെ, രാവിലെ ബ്യൂട്ടി പാർലറിൽ പോയ അഞ്ജലി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. രാവിലെ മുതൽ അന്വേഷിക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല. അത് കേട്ടതും കിഷോർ ഇടിവെട്ടേറ്റവനെ പോലെ സോഫയിലേക്ക് ഇരുന്നു പോയി. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവൻ കിരണിനെ ഒന്ന് നോക്കി. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? അവൾ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ നിന്നോട്? ഇല്ലേട്ടാ, ഏട്ടനറിയാലോ, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതുമല്ല, അവളെങ്ങും പോകുന്ന കാര്യം പറഞ്ഞിട്ടുമില്ല എന്നോട്. രാവിലെ മുതൽ വാർത്തയിൽ മുഴുവൻ ഒരു കൊലപാതകത്തിന്റെ കാര്യമാണ്. എനിക്കാണേൽ കേട്ടിട്ട് പേടിയാവുന്നു. അവളുടെ വീട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും? അത് പറയുമ്പോഴേക്കും കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശരി, വിഷമിക്കാതെ, നമുക്ക് അന്വേഷിക്കാം. അവൾ എവിടെ പോകാനാടാ? നമുക്കറിയാവുന്നതല്ലേ അവളെ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്കും നീയും റെഡിയായി വാ. ആദ്യം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. SI വിനോദിന് നമ്മളെ അറിയാവുന്നതല്ലേ. കാര്യങ്ങൾ അവൻ നോക്കിക്കോളും. അതുപോലെ തന്നെ അവളുടെ ഒരു ഫോട്ടോ വേണം. അതിന്റെ കൂടെ ഒരു കംപ്ലൈന്റ് കൂടി എഴുതണം. പ്രിയ, നീ അവനെ ഒന്ന് സഹായിക്ക്. ഞാൻ പെട്ടെന്ന് വരാം. രണ്ടുപേരോടുമായി പറഞ്ഞുകൊണ്ട് കിഷോർ ബെഡ്റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറി ബാത്റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ബെഡിൽ കിടന്നുറങ്ങുന്ന തന്റെ 1.5 വയസ്സുകാരൻ മകന്റെ നെറുകയിൽ അവനൊരു ചുംബനം നൽകി. അച്ഛന്റെ സാമീപ്യം മനസ്സിലായെന്ന പോലെ ഉറക്കത്തിലും ആ ഇളം ചുണ്ടുകളിൽ ഒരു നനുത്ത പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് റൂമിലെ TV ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരുന്ന സ്ഥലവും പ്ലാസ്റ്റിക് കവറും കണ്ടതും കിഷോറിന്റെ നെഞ്ചിൽ കൂടി ഒരു കൊള്ളിയാൻ പാഞ്ഞുപോയി. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കിഷോർ റെഡിയായി പുറത്തേക്ക് വന്നു. അപ്പോഴേക്കും കിരണം റെഡിയായി നിന്നിരുന്നു. പ്രിയ, കീപ് ട്രൈ ടു കോൾ ഹെർ നമ്പർ. പിന്നെ അമ്മയെ നോക്കിക്കൊള്ളണം. എന്തേലും റെസ്പോൺസ് അവളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അപ്പോൾ തന്നെ വിവരം അറിയിക്കുക. പ്രിയയോട് പറഞ്ഞുകൊണ്ട് കിഷോർ കിരണിനെയും കൂട്ടി കാറിനടുത്തേക്ക് വേഗത്തിൽ നടന്നു. മേ ഐ കമിൻ സർ? യെസ്, കമിൻ.
അകത്തുനിന്ന് കമ്മീഷണർ മുഹമ്മദ് അൻവറിന്റെ അനുവാദം ലഭിച്ചതും ലേഖ ഓഫീസിന്റെ ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ലേഖ, വാ ഇരിക്ക്. പുഞ്ചിരിയോടെ അൻവർ ലേഖയെ ക്ഷണിച്ചിരുത്തി. ഒരു തലവേദന കൂടി വന്നുവല്ലേ ലേഖ? എന്താണ് നമുക്കിതിൽ ചെയ്യാൻ കഴിയുന്നത്? ഇതിപ്പോ തന്നെ പത്രക്കാരെടുത്തിട്ട് അലക്കിക്കൊഴിച്ച് ചക്കപ്പരിവമാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ മുതൽ ഫോൺ കോളുകളുടെ ബഹളം തന്നെയാണ്. സോ വാട്ട്സ് യുവർ ഫൈൻഡിങ്സ്? ഈസ് ദർ എനി ലീഡ്സ്? ആ ചോദ്യങ്ങളിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ ടെൻഷൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ലേഖ മറുപടി പറയാൻ തുടങ്ങിയത്. ആകെ കിട്ടിയത് ഒരു തലയും കുറച്ച് അവശിഷ്ടങ്ങളുമാണ്. അതാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ പഴകിയതും. സംഭവം വളരെ ക്രൂരമായൊരു കൊലപാതകമാണ്. പ്രതികാരം തന്നെയായിരിക്കാം പ്രതിയുടെ മോട്ടീവ്. കൊലപാതകത്തിന് ശേഷം ബോഡി വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി കുഴിച്ചിട്ടതാകാനാണ് സാധ്യത. കൊല്ലപ്പെട്ട സ്ത്രീയെ തിരിച്ചറിഞ്ഞിട്ടില്ല. കണ്ടാൽ മനസ്സിലാകുന്ന പരുവത്തിൽ ഒന്നുമല്ല സർ. തലയും മുഖവുമൊക്കെ മുഴുവൻ പുഴുക്കളാണ്. കൂടുതൽ എന്തെങ്കിലും അറിയാൻ ഡോക്ടർ തോമസിന്റെ റിപ്പോർട്ട് കൂടി വരണം. ഓ മൈ ഗോഡ്, സോ ക്രൂവൽ. ലേഖ പറഞ്ഞത് കേട്ടിട്ട് അൻവറിന് മനം പുരട്ടുന്നത് പോലെ തോന്നി. എനിവേ, മാക്സിമം നേരത്തെ നമുക്ക് അതാരായാലും കണ്ടെത്തണം. കേസിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കായിരിക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ യു ക്യാൻ കോൾ മീ എനി ടൈം. താങ്ക് യു സർ. ലേഖ ഇരിപ്പിടം വിട്ടെഴുന്നേറ്റ് അൻവറിനെ സല്യൂട്ട് ചെയ്ത ശേഷം ഓഫീസ് വിട്ട് പുറത്തേക്ക് നടന്നു. കമ്മീഷൻ ഓഫീസിൽ നിന്നും തിരികെ ഓഫീസിലെത്തിയപ്പോഴേക്കും ലേഖയുടെ മൊബൈലിലേക്ക് വന്ന SI വിനോദിന്റെ കോൾ അവർ അറ്റൻഡ് ചെയ്ത് മൊബൈൽ ചെവിയിലേക്ക് ചേർത്തു. ഹലോ മാഡം, ഞാൻ ഡോക്ടർ തോമസിനെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. പുള്ളി പറയുന്നത് മരിച്ച സ്ത്രീക്ക് ഏകദേശം ഒരു 30നും 35നും ഇടയിൽ പ്രായം വരുമെന്നാണ്. പിന്നെ തലയിൽ കിട്ടിയ ശക്തിയായ അടിയാകാം മരണകാരണമെന്നും അദ്ദേഹം സംശയം പറഞ്ഞു. പിന്നെ ബോഡി ഫ്ലൂയിഡ്സോ ഇന്റേണൽ ഓർഗൻസോ എക്സാമിൻ ചെയ്യാൻ സാധ്യമല്ലാത്തതിനാലാണ് അദ്ദേഹം അങ്ങനെ ഒരു സംശയം പറഞ്ഞത്. മാത്രവുമല്ല, ശക്തമായ അടിയിൽ തലയോട് സഹിതം പൊട്ടിമാറിയിട്ടുണ്ട്. എന്തെങ്കിലും ഭാരം കൂടിയ വസ്തു ഉപയോഗിച്ചാകണം അടിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് വൈകുന്നേരത്തോടു കൂടി തരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാഡം ഇറങ്ങും മുമ്പ് ഞാൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തോളാം. ഓക്കെ വിനോദ്. ഫോറൻസിക് ടീം എന്താണ് പറയുന്നത്? മാഡം, അവർ മരിച്ച സ്ത്രീയുടെ DNA സാമ്പിൾസ് എടുത്തിരുന്നു. അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ക്രൈം സീനിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ വിനോദ്, ഒരു കാര്യം ചെയ്യേ. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുഴുവൻ വുമൺ മിസ്സിംഗ് കേസുകളുടെയും ഡീറ്റെയിൽസ് എടുക്കണം. അതിൽ 28നും 35നും ഇടയിൽ പ്രായമുള്ളവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതുമായി എത്രയും വേഗം എന്നെ വന്ന് കാണണം. അപ്പോഴേക്കും ഞാൻ ഫോറൻസിക് ടീമിനെ കോൺടാക്ട് ചെയ്ത് ആ DNA പാറ്റേൺ എത്രയും വേഗം ഫോം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാം. അത്രയും നേരത്തെ സംസാരത്തിനൊടുവിൽ വിനോദിനുള്ള ടാസ്ക് നൽകിക്കൊണ്ട് ലേഖ ആ കോൾ അവസാനിപ്പിച്ചു. അതേസമയം TV-യിൽ ഇടതടവില്ലാതെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന വാർത്ത കണ്ട് അയാളുടെ മുഖത്തൊരു ക്രൂരമായ ചിരി വിടർന്നു. ഇത്രയും നാളും ഒരാൾ പോലും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പോ ബട്ട് യു കാൻ ഫൈൻഡ് മീ മിസ് കൃഷ്ണാലേഖ IPS. സ്വയമേ എങ്കിലും അല്പം ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ട് അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് സാവധാനം ഫ്രീസർ മുറിയിലേക്ക് നടന്നു. ഷെൽഫിൽ നിന്നും മൂർച്ചയുള്ള 2 കത്തിയും ഒരു ഏപ്രനും എടുത്തുകൊണ്ട് അയാൾ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മൃതശരീരത്തിന്റെ അടുത്തേക്ക് ചെന്നു. ശേഷം കെട്ടഴിച്ചതിനെ ടൈലിട്ട സ്ലാബിലേക്ക് മലർത്തിക്കിടത്തി. സാവധാനം ഏപ്രൺ ധരിച്ച ശേഷം അയാൾ ആ ശരീരത്തിൽ നിന്നും മാംസം വെട്ടിയെടുക്കാൻ തുടങ്ങി. എല്ലുകൾ ഒഴികെ ഓരോ മാംസ കഷ്ണങ്ങളും അയാൾ ശ്രദ്ധാപൂർവം വേർതിരിച്ചെടുത്തു. പ്ലാസ്റ്റിക് കവറിലാക്കി ഒരു വലിയ ഫ്രീസറിലേക്ക് നിക്ഷേപിച്ചു. അവസാനം എല്ലുകളും മറ്റവശിഷ്ടങ്ങളും മറ്റൊരു കറുത്ത പ്ലാസ്റ്റിക് കവറിലാക്കിയ ശേഷം 2 കവറുകളും എടുത്ത് അയാൾ കെട്ടിടത്തിന്റെ പിൻവശത്തുകൂടി പുറത്തേക്കിറങ്ങി. അവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയുടെ ഉള്ളിലേക്ക് വെച്ച ശേഷം പതിയെ തിരികെ നടന്നു. ഏകദേശം 3 മണിയോടുകൂടി തന്നെ SI വിനോദ് ലേഖ പറഞ്ഞതനുസരിച്ച് അവരുടെ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. മാഡം പറഞ്ഞതനുസരിച്ച് ഞാനൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആകെ മൊത്തം മിസ്സിംഗ് കേസുകൾ 95 പേരാണ്. അതിൽ കുട്ടികളും 28 വയസ്സിൽ താഴെയുള്ളവരും തിരികെ വന്നവരും 35 വയസ്സിന് മുകളിൽ ഉള്ളവരെയും ഒഴിച്ചാൽ പിന്നെയുള്ളത് 21 പേരാണ്. 13 പേർ കൊച്ചിയിൽ നിന്നാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്. 5 പേർ കൊല്ലത്ത് നിന്നും, 2 പേർ വയനാട്, ഒരാൾ മലപ്പുറം. മാഡം, കിളിമാനൂരിൽ നിന്നും മിസ്സിംഗ് ആയ അഞ്ജലി എന്ന സ്ത്രീയുടെ കേസ് ഇന്ന് രാവിലെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് കൊല്ലത്ത് നിന്നും മിസ്സിംഗ് ആയ 5ാമത്തെ സ്ത്രീ. പിന്നെ മാഡം, പരാതി പ്രകാരം ഈ പറയുന്ന അഞ്ജലിക്ക് ഇപ്പോൾ 32 വയസ്സുണ്ട്. ഒരു ബിസിനസ്മാന്റെ ഭാര്യയാണ്. കുട്ടികളില്ല. വിനോദിന്റെ വാക്കുകൾ കേട്ടതും ലേഖയിൽ ചെറിയൊരു ഞെട്ടലുണ്ടായി.
അത് മനസ്സിലാക്കിയിട്ടെന്നോണം വിനോദ് തുടർന്നു. മാഡം, ഈ കേസുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകണമെന്നില്ല. ചിലപ്പോൾ കോയിൻസിഡൻസ് ആകാം. വിനോദ്, ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത് നമുക്ക് കിട്ടിയ ബോഡിയുടെ ഭാഗങ്ങൾ ആരുടേതാണെന്നുള്ളതാണ്. അതിനുള്ള ഒരു മാർഗമെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ തലയുടെ ഫോട്ടോസ് വെച്ച് സാധ്യമായ രീതിയിൽ ഒരു സ്കെച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം മിസ്സിംഗ് ആയിരിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയുമായി ക്രോസ് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ പിന്നെയുള്ള മറ്റൊരു വഴി DNA ക്രോസ് ചെക്കിംഗ് ആണ്. എന്താണ് വിനോദിന്റെ അഭിപ്രായം? ലേഖ ആകാംക്ഷയോടെ വിനോദിന്റെ മുഖത്തേക്ക് നോക്കി. ഓക്കെ മാഡം, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ സ്കെച്ച് ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. ഓക്കെ വിനോദ്. അതുപോലെ തന്നെ ആ കിളിമാനൂർ മിസ്സിംഗ് കേസിലെ പരാതിക്കാരനെ നാളെ ഇവിടെ വരെ എത്തിക്കണം. കുറച്ച് കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാം. ഓക്കെ മാഡം, ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ലേഖയോട് പറഞ്ഞുകൊണ്ട് വിനോദ് കയ്യിലിരുന്ന 3 ഫയലുകൾ മേശപ്പുറത്തേക്ക് വെച്ചു. മാഡം, ഇത് ഡോക്ടർ തോമസിന്റെ റിപ്പോർട്ട്, പിന്നെ എന്റെ റിപ്പോർട്ട്, മറ്റേത് മിസ്സിംഗ് കേസിലെ ആളുകളുടെ ഡീറ്റെയിൽസുമാണ്. പറഞ്ഞു തീർത്തു തന്നെ സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് നടന്നു പോകുന്ന വിനോദിനെ ഒന്ന് നോക്കിയ ശേഷം ലേഖ ഫയലുകൾ കയ്യിലെടുത്തു. പതിയെ ഓരോ പേജുകളായി സസൂക്ഷ്മം നിരീക്ഷിക്കാൻ തുടങ്ങി. സമയം അർദ്ധരാത്രി 12:20. തെന്മല ഡാമിനോട് ചേർന്നുള്ള വനപ്രദേശത്ത് ചെറിയ റോഡിന്റെ വശത്തായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനത്തിനു ചുറ്റും കോൺസ്റ്റബിൾ രാജേഷും ഗംഗാധരനും ഒന്ന് കറങ്ങി നോക്കി. ഇനി കേടായതെങ്ങാനുമാണോ? രാജേഷ് സംശയത്തോടെ ഗംഗാധരനോട് ചോദിച്ചതും കാടിനുള്ളിൽ നിന്നും ഇറങ്ങി വന്ന കറുത്ത വലിയ കോട്ടും മുഖത്ത് പ്രേതത്തെ അനുസ്മരിപ്പിക്കും വിധമുള്ള മാസ്കും ധരിച്ച 6 അടിയോളം പൊക്കമുള്ള രൂപം കണ്ടവർ നടുങ്ങിത്തെരിച്ചു. പെട്ടെന്ന് അങ്ങനെയൊരു രൂപം കണ്ട അവരിരുവരും ഭയന്നു പോയെങ്കിലും രാജേഷ് ആ രൂപത്തിന്റെ അടുത്തേക്ക് ചെന്നു. നീ ആരാ? ആ മാസ്ക് മാറ്റ്. എന്നാൽ രാജേഷിന്റെ ചോദ്യത്തിന് ആ രൂപത്തിൽ നിന്നും യാതൊരു മറുപടിയും വന്നില്ല. നായിന്റെ മോനെ, പാതിരാത്രിക്ക് നിന്ന് വേഷം കെട്ടെടുക്കുന്നു. ദേഷ്യത്തോടെ അവൻ ആ രൂപത്തിന്റെ കറുത്ത കോട്ടിലേക്ക് കയ്യെത്തിച്ചു പിടിച്ചതും ആ രൂപം പിന്നിലേക്കൊന്നു മാറി. അടുത്ത നിമിഷം മിന്നൽ വേഗത്തിൽ അത് രാജേഷിന്റെ കൈ ഒരു വശത്തേക്ക് പിടിച്ചു തിരിച്ചുകൊണ്ട് കാലുയർത്തി കൃത്യം അവന്റെ നെഞ്ചിലേക്ക് തൊഴിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുൻപേ തന്നെ അവൻ വണ്ടിയുടെ ഡോറിലേക്ക് തെറിച്ചു വീണു. അത് കണ്ടതും ഗംഗാധരൻ പെട്ടെന്ന് തന്നെ കയ്യിലിരുന്ന വയർലെസ്സിലേക്ക് വിരലമർത്തി. എന്നാൽ എന്തെങ്കിലും പറയും മുൻപ് തന്നെ മുഖമടച്ചു കിട്ടിയ അടിയിൽ അയാൾ നിലത്തേക്ക് വീണു. അപ്പോഴേക്കും പിന്നിലൂടെ പാഞ്ഞെത്തിയ രാജേഷ് ആ രൂപത്തെ പിന്നിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്നാൽ തികഞ്ഞൊരു അഭ്യാസിയെപ്പോലെ അയാൾ മുൻപിലേക്ക് കുനിഞ്ഞ് രാജേഷിനെ തന്നെ മുൻപിലേക്ക് വലിച്ചിട്ടു. അടുത്ത നിമിഷം തറയിൽ ചവിട്ടി മേലേക്ക് ഉയർന്ന അയാളുടെ മുഷ്ടി ഒരു ഇരുമ്പുകുടം കണക്കെ അവന്റെ നെഞ്ചിൽ പതിഞ്ഞു. ഒരു ഞെരുക്കത്തോടെ അവൻ നെഞ്ചിൽ കൈകളമർത്തി നിലത്ത് ചുരുണ്ടുകൂടി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അയാൾ ഗംഗാധരനെ നിലത്തു നിന്നും വലിച്ചുയർത്തിക്കൊണ്ട് വണ്ടിയുടെ നേർക്ക് പാഞ്ഞു. വണ്ടിയുടെ ബോണറ്റിലേക്ക് തലയടിച്ചു തെറിച്ചു വീണ ഗംഗാധരന്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ഒരുതരം വ്യഗ്രതയോടെ അയാൾ അവരെ രണ്ടുപേരെയും അല്പം മാറി പാർക്ക് ചെയ്തിരുന്ന പോലീസ് ജീപ്പിന്റെ അടുത്തേക്ക് വലിച്ചിഴച്ചു. ഒരാളെ പിന്നിലും ഒരാളെ മുൻപിലുമായി ഇരുത്തിയ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റോഡിന്റെ വലതുഭാഗത്തുള്ള ചെറിയ കുന്നിന്റെ മുകളിലേക്ക് ഓടിച്ചു കയറ്റി നിർത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയ അയാൾ താഴെയായി നിറഞ്ഞു പരന്നു കിടക്കുന്ന ഡാമിലേക്ക് ഒന്ന് നോക്കി. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ അയാൾ പിൻസീറ്റിലിരുന്ന രാജേഷിനെ വലിച്ചിറക്കി ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി. എല്ലാ വിൻഡോ ഗ്ലാസുകളും താഴ്ത്തിയ ശേഷം ഡോറിനുള്ളിലൂടെ കൈയിട്ട് അയാൾ ഗിയർ മാറ്റി. പൊടുന്നനെ ഒന്ന് മുന്നോട്ടാഞ്ഞ ജീപ്പ് അതിവേഗത്തിൽ തന്നെ താഴേക്ക് നീങ്ങി. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ കുന്നിറങ്ങിയ ജീപ്പ് ദ്രവിച്ച കൈവരികൾ തകർത്തുകൊണ്ട് തല കീഴായി ഡാമിലേക്ക് പതിച്ചു. പതിയെ പതിയെ അത് വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ട് പോയി. പുലർച്ചെ മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് ലേഖ ഞെട്ടി ഉണർന്നത്. ഡിസ്പ്ലേയിൽ വിനോദിന്റെ നമ്പർ കണ്ടതും ഉറക്കച്ചടവോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വിനോദ്, എന്താ ഈ സമയത്ത്? മാഡം, ഒരു പ്രശ്നമുണ്ട്. നൈറ്റ് പെട്രോളിങ്ങിന് പോയ 2 കോൺസ്റ്റബിൾസ് മിസ്സിംഗ് ആയിരുന്നു. കുറച്ചു മുൻപ് ഡാമിലെ സെക്യൂരിറ്റി ജീവനക്കാർ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ അവിടെ വരെ പോയിരുന്നു. അവർ പറഞ്ഞത് വെച്ച് നോക്കിയപ്പോൾ സംഭവം സത്യമാണ്. വണ്ടി നിയന്ത്രണം വിട്ട് ഡാമിലേക്ക് മറിഞ്ഞതെന്നാണ് പ്രാഥമിക നിഗമനം. ഫയർഫോഴ്സ് തിരച്ചിൽ നടത്തുന്നുണ്ട്. മാഡം ഒന്ന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. വിനോദ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ലേഖ ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. ഓക്കെ വിനോദ്, ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങാം. എന്തേലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യണം. കോൾ കട്ട് ചെയ്ത ശേഷം വേഗം തന്നെ ഡ്രസ്സ് മാറി വണ്ടിയുടെ കീയുമായി ലേഖ പുറത്തേക്കിറങ്ങി. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ലേഖ സ്പോട്ടിൽ എത്തിച്ചേരുമ്പോഴേക്കും അവിടെ വിനോദും CI റിയാസും ഉണ്ടായിരുന്നു. ലേഖയെ കണ്ടതും അവരിരുവരും സല്യൂട്ട് ചെയ്ത ശേഷം
ലേഖയുടെ അടുത്തേക്ക് ചെന്നു. എന്തായി റിയാസ്? മാഡം, രണ്ടുപേരുടെയും ബോഡിയും വണ്ടിയും കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഉറങ്ങിപ്പോയതാകാം അപകട കാരണം. വണ്ടി മറിഞ്ഞ ഭാഗത്തെ കൈവരിയൊക്കെ തകർന്നിട്ടുണ്ട്. പിന്നെ പുലർച്ചെ ഈ ഭാഗത്തൊക്കെ നല്ല മഴ പെയ്ത കാരണം തിരച്ചിൽ കുറച്ച് വൈകി. റിയാസിന്റെ മറുപടി കേട്ട് മൂളിയ ശേഷം ലേഖ ബോഡി കിടത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. രണ്ടുപേരുടെയും ബോഡി സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ലേഖ ചുറ്റിനുമൊന്ന് നടന്ന ശേഷം വിനോദിനടുത്തേക്ക് വിളിച്ചു. വിനോദ്, ബോഡികൾ ഏതൊക്കെ ഭാഗത്തായിട്ടാണ് കിടന്നിരുന്നത്? അത് മാഡം, ബോഡികൾ വണ്ടിക്കുള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇടിയുടെ ആഘാതത്തിൽ ബോധം പോയിരുന്നിരിക്കാം. വിനോദിന്റെ മറുപടി കേട്ട് ലേഖ അയാളെ തുറച്ചു നോക്കി. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? ദേഷ്യത്തോടെയും അല്പം ഉറക്കിയുമാണ് ലേഖ അത് ചോദിച്ചത്. അത് കണ്ടതും പെട്ടെന്ന് റിയാസും അവിടേക്ക് ചെന്നു. റിയാസ്, നിങ്ങളൊക്കെ സർവീസിൽ കുറെ കാലമായതല്ലേ? ഒരേ സമയം എങ്ങനെ രണ്ടുപേരുടെയും ബോധം പോകും? അഥവാ അങ്ങനെ പോയാൽ തന്നെ മരിക്കുന്നതുവരെ അവർ രണ്ടുപേരും ബോധരഹിതരായി തന്നെ ഇരിക്കുമോ? പ്രത്യേകിച്ച് രണ്ടുപേരും രണ്ട് പ്രായക്കാർ, രണ്ടും ആരോഗ്യസ്ഥിതിയിലുള്ളവർ. രക്ഷപ്പെടാൻ അവർ എന്തായാലും ശ്രമിക്കാതിരിക്കില്ല. സംതിങ് ഈസ് റോങ്. ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് ടീമിനോട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയുക. പിന്നെ ഇവരുടെ ബോഡിയും ഡോക്ടർ തോമസ് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഒരു ഡീറ്റെയിൽസും മിസ്സാക്കാൻ പാടില്ല. റിയാസ്, ടേക്ക് ദി ചാർജ്. വിനോദ്, ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യൂ. അതുപോലെ തൽക്കാലം മീഡിയയ്ക്ക് ഇതൊരു അപകട മരണം എന്ന രീതിയിലെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ലേഖ ഉദ്ദേശിക്കുന്നത് അവർക്ക് കാര്യമായി മനസ്സിലായില്ലെങ്കിലും രണ്ടുപേരും തലയിളക്കി. ഏകദേശം 11 മണിയോടുകൂടി വിനോദ് ലേഖയുടെ ഓഫീസിൽ എത്തിച്ചേർന്നപ്പോൾ ലേഖ കമ്പ്യൂട്ടറിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. അനുവാദം വാങ്ങി അകത്തേക്ക് കയറിയ അയാൾ സല്യൂട്ട് ചെയ്ത ശേഷം ഒരു ഫയൽ ലേഖയുടെ കയ്യിലേക്ക് നൽകി. ഇരിക്കൂ വിനോദ്. വിനോദ് കസേരയിലേക്ക് ഇരുന്നപ്പോഴേക്കും ലേഖ ഫയൽ തുറന്നു. അതിനുള്ളിൽ ചെറിയ വ്യത്യാസങ്ങളുള്ള 4 ചിത്രങ്ങളുണ്ടായിരുന്നു. മാഡം, കിളിമാനൂർ മിസ്സിംഗ് കേസിലെ ബന്ധുക്കൾ ഉച്ച കഴിയുമ്പോഴേക്കും എത്താമെന്നറിയിച്ചിട്ടുണ്ട്. പിന്നെ ആ കോൺസ്റ്റബിൾസിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ തോമസ് മാഡത്തിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ വിനോദ്, ഞാൻ ഡോക്ടറിനെ വിളിച്ചോളാം. പിന്നെ ഒരു കാര്യം ചെയ്യേ, കിളിമാനൂർ വിളിച്ച് അവരോട് ഇങ്ങോട്ട് വരേണ്ടെന്ന് പറഞ്ഞേക്ക്. നമുക്ക് അങ്ങോട്ട് പോകാം ഉച്ച കഴിഞ്ഞ്. കാര്യങ്ങൾ നമ്മൾ കരുതും പോലെ അത്ര സിമ്പിളല്ലെന്ന് മനസ്സ് പറയുന്നു. എനിവേ, ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. ഉച്ച കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം അവരെ കാണാൻ. ഓക്കെ മാഡം. ലേഖയോട് മറുപടി പറഞ്ഞ ശേഷം വിനോദ് സല്യൂട്ട് ചെയ്ത് മുറിവിട്ട് പുറത്തേക്ക് നടന്നു. വിനോദ് പുറത്തേക്ക് ഇറങ്ങിയതും ലേഖ ഷെൽഫിൽ നിന്നും മറ്റൊരു ഫയലെടുത്ത് അതിലെ മിസ്സിംഗ് ആയ സ്ത്രീകളുടെ ഫോട്ടോകൾ പുറത്തേക്കെടുത്തു. വിനോദ് കൊണ്ടുവന്ന സ്കെച്ചുകളുമായി എന്തെങ്കിലും മാച്ച് ആകുന്നുണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നിരാശയോടെ ലേഖ സ്കെച്ചുകൾ തിരികെ വെച്ചു. ഓ, ഇനി എന്തു ചെയ്യും? ഈർഷ്യത്തോടെ അവർ തലവൊന്നു കുടഞ്ഞു. DNA സാമ്പിൾ കളക്ഷൻ അത്ര എളുപ്പമല്ല. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ലേഖ കമ്പ്യൂട്ടറിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും കുളത്തിപ്പുഴയിൽ നിന്നും കിട്ടിയ അവശിഷ്ടങ്ങളുടെ ഫോട്ടോ ഓരോന്നായി പരിശോധിക്കാൻ തുടങ്ങി. തലയുടെ ചിത്രം പല ആംഗിളുകളിൽ സൂം ചെയ്ത് പരിശോധിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എന്തോ കണ്ട ലേഖ കഴുത്തിന്റെ ഭാഗം കുറച്ചുകൂടി സൂം ചെയ്തു. അവിടെ മുറിച്ചു മാറ്റപ്പെട്ട ഭാഗത്ത് ചെറിയൊരു നിറവ്യത്യാസം. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്. എന്നാൽ അതൊരു ടാറ്റുവിന്റെ പാടാണെന്ന് മനസ്സിലാക്കാൻ ലേഖയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ഒരു ചെറിയ ഭാഗം മാത്രമായിരുന്നതിനാൽ അതിന്റെ പൂർണ്ണരൂപം ലേഖയ്ക്ക് മനസ്സിലായില്ല. ഒട്ടും സമയം കളയാതെ തന്നെ അവർ മൊബൈൽ കയ്യിലെടുത്തു. വിനോദിന്റെ നമ്പർ ഡയൽ ചെയ്തു. 1-2 റിങ്ങിന് ശേഷം മറുതലയ്ക്കിൽ വിനോദിന്റെ ശബ്ദമെത്തി. വിനോദ് എത്രയും വേഗം മിസ്സായ സ്ത്രീകളുടെ എല്ലാം വീട്ടിൽ പോണം. അതിൽ ആരുടെയെങ്കിലും കഴുത്തിൽ ഒരു ടാറ്റു പതിച്ചിരുന്നോ എന്നറിയണം. എത്രയും വേഗം. പറഞ്ഞു തീർത്ത് കോള് കട്ടാക്കിയ ശേഷം ലേഖ ഓഫീസിലൂടെ അക്ഷമമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. സമയം പതിയെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. 2 മണിയായപ്പോഴേക്കും വിനോദിന്റെ കോൾ ലേഖയെ തേടിയെത്തിയതും ആകാംക്ഷയോടെ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മാഡം. മാഡം സംശയിച്ചത് ശരിയാണ്. ഒരു സ്ത്രീയുടെ കഴുത്തിൽ ടാറ്റു ഉണ്ടായിരുന്നു. അവരുടെ പേര് ജാസ്മിൻ ഖാലിദ്. പുനല്ലൂർ സ്വദേശിയാണ്. മിസ്സിംഗ് ആയിട്ട് ഇന്നേക്ക് 10 ദിവസം. ടാറ്റുവിന്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിലേക്ക് അയക്കാം ഇപ്പോൾ തന്നെ. യെസ് വിനോദ്. അപ്പോൾ ആ അവശിഷ്ടങ്ങൾ അവരുടേതാണ്. ബട്ട് ഇപ്പോഴൊന്നും പറയണ്ട. തൽക്കാലം താൻ തിരിച്ചു വാ. അതുപോലെ എനിക്ക് ചില സംശയങ്ങളുണ്ട്. അത് തീരണമെങ്കിൽ കിളിമാനൂർ മിസ്സിംഗ് കേസിലെ കൂടുതൽ കാര്യങ്ങൾ അറിയണം. അതൊരു സാധാരണ മിസ്സിംഗ് കേസാണെങ്കിൽ നമുക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ്.
മറിച്ച് ജാസ്മിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ നമുക്ക് അതുമായി മുന്നോട്ട് പോകാം. വിനോദ്, ഒരു കാര്യം ചെയ്യ്. ഫോട്ടോ അയക്കുന്ന കൂട്ടത്തിൽ അവരുടെ അഡ്രസ്സ് കൂടി അയക്ക്. ഞാൻ അവിടെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. പെട്ടെന്ന് ഡോക്ടർ തോമസിന്റെ കോൾ വെയിറ്റിംഗ് കാണിക്കുന്നത് കണ്ട ലേഖ വിനോദിന്റെ കോൾ കട്ടാക്കിക്കൊണ്ട് ഡോക്ടറുടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ മാഡം, തോമസ് ആണ്. ഡോക്ടർ തോമസിന്റെ പരുപരുത്ത ശബ്ദം ലേഖയുടെ ചെവിയിലേക്ക് ഇരച്ചു കയറി. യെസ് ഡോക്ടർ, പറയൂ. ലേഖ തോമസിന്റെ മറുപടിക്കായി കാതുകൾ കുറിപ്പിച്ചു. ആ കോൺസ്റ്റബിൾസിന്റെ ഓട്ടോപ്സി കഴിഞ്ഞു. ഗംഗാധരൻ മരിച്ചത് ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ഒരുപക്ഷെ പെട്ടെന്നുള്ള ആക്സിഡന്റിൽ ഭയന്ന് സംഭവിച്ചതാകാം. പിന്നെയുള്ളത് രാജേഷ്. അതിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. നെഞ്ചിലുണ്ടായ ശക്തമായ ഇടിയിൽ ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായിരുന്നു. സ്റ്റിയറിംഗിൽ ഇടിച്ചതാകാൻ സാധ്യതയുണ്ട്. പിന്നെ അയാൾ ധാരാളം വെള്ളവും കുടിച്ചിട്ടുണ്ട്. ശ്വാസകോശത്തിൽ പായൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് മരണകാരണം. പിന്നെ ഒരു സംശയമെന്ന രീതിയിൽ പറയാനുള്ളത് നെഞ്ചിലെ ആ ഇടിയാണ്. കാരണം സ്റ്റിയറിംഗ് വീലിൽ ഇടിച്ചാൽ കുറച്ചേറെ സ്ഥലത്ത് അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടാകേണ്ടതാണ്. ബട്ട് ഇതൊരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ്. ഇതൊരു സംശയം മാത്രമാണ് കേട്ടോ. എന്തായാലും ഡീറ്റെയിൽ റിപ്പോർട്ട് നാളെ ഉച്ചയോടെ കളക്ട് ചെയ്തോളൂ. താങ്ക് യു ഡോക്ടർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അയാളോട് നന്ദി പറഞ്ഞുകൊണ്ട് കോള് കട്ടാക്കിയപ്പോഴും വാട്സപ്പിൽ വിനോദിന്റെ മെസ്സേജ് വന്നിരുന്നു. ആകാംക്ഷയോടെ ലേഖ ആ മെസ്സേജുകൾ ഓപ്പൺ ചെയ്തു. അതിലെ ഇമേജ് ഡൗൺലോഡ് ചെയ്ത ശേഷം അതിലെ ഒരു ഇമേജ് അവർ സൂം ചെയ്തു. കഴുത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ടാറ്റു. അതിൽ ND എന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മനോഹരമായി ഒരു പ്രത്യേകം ഫോണ്ടിൽ ചെയ്തിരിക്കുന്നു. അതിനുശേഷം തൊട്ട് താഴെയായി വന്ന മെസ്സേജ് അവർ വായിച്ചു. കിഷോർ കിരൺ, ഹരിനന്ദനം, അശോകനഗർ, കിളിമാനൂർ. പെട്ടെന്ന് തന്നെ ലേഖ ഓഫീസ് വിട്ട് പുറത്തിറങ്ങി തയ്യാറായി കിടന്നിരുന്ന തന്റെ കാറിലേക്ക് കയറി ഡ്രൈവറോട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത ശേഷം അവർ കണ്ണുകളടച്ച് പിന്നിലേക്ക് ചാരിക്കിടന്നു. മനസ്സിൽ ചില കണക്കുകൂട്ടലുകളോടെ. അധികം വൈകാതെ തന്നെ കിഷോറിന്റെ വീട്ടിലെത്തിച്ചേർന്ന ലേഖയെ കണ്ട് പരിഭ്രമത്തോടെ കിരൺ പുറത്തേക്കിറങ്ങി വന്നു. ഹലോ, ഐ ആം ലേഖ, കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണറാണ്. എനിക്ക് അഞ്ജലിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയണം. സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ലേഖ കാര്യങ്ങൾ അവതരിപ്പിച്ചു. മാഡം വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. എന്തോ പന്തികേട് തോന്നിയ കിരൺ ലേഖയെ അകത്തേക്ക് ക്ഷണിച്ചു. കിരണിന്റെ ഒപ്പം വീടിനകത്തേക്ക് കയറിയ ലേഖ പെട്ടെന്ന് ആ കാഴ്ച കണ്ട് ഒന്ന് ഞെട്ടി. കിരണിന്റെ മുഖത്തേക്ക് നോക്കി. ലേഖയുടെ മുഖത്തെ പരിഭ്രമം കണ്ടപ്പോൾ കിരണിന്റെ മനസ്സും അസ്വസ്ഥമാകാൻ തുടങ്ങി. എന്താ മാഡം, എന്തുപറ്റി? കിരണിന്റെ ചോദ്യം കേൾക്കാത്ത പോലെ ലേഖ ഭിത്തിയിൽ എൻലാർജ് ചെയ്ത് ഒട്ടിച്ചിരുന്ന വിവാഹ ഫോട്ടോയുടെ അടുത്തേക്ക് ചെന്നു. ഒരു വശം ചെരിഞ്ഞു നിൽക്കുന്ന അഞ്ജലിയുടെ വലത്തു കൈയിലെ നടുവിരലിന്റെ മുകളിൽ കണ്ട ടാറ്റുവിലേക്ക് അവർ സൂക്ഷിച്ചു നോക്കി. അതെ, അത് തന്നെ. ഒരു മാറ്റവും ഇല്ല. സെയിം ലെറ്റർ, സെയിം ഫോണ്ട്, സെയിം ഡിസൈൻ. ഓ മൈ ഗോഡ്, ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ലേഖ കിരണിന് നേരെ തിരിഞ്ഞു. കിരൺ, അഞ്ജലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരൊക്കെയാണ്? അഞ്ജലിയുടെ കയ്യിലുള്ളതുപോലെ ടാറ്റു അതിൽ ആരൊക്കെ അടിച്ചിട്ടുണ്ട്? ലേഖയുടെ ചോദ്യം കേട്ട് കിരൺ അത്ഭുതത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി അല്പസമയം നിന്നു. മാഡം, വിവാഹത്തിന് ശേഷം മാഡം പറയുന്നത് പോലെ ഒരു സുഹൃത്തുക്കളെയും ഞാൻ കണ്ടിട്ടില്ല. അവൾ പറഞ്ഞിട്ടുമില്ല. അതുമാത്രമല്ല, അവൾ അധികം ആരോടും മിണ്ടുന്ന കൂട്ടത്തിലുമല്ല. കിരണിന്റെ മറുപടി യാതൊരു വിധത്തിലും തനിക്ക് തൃപ്തികരമായില്ല എന്നത് ലേഖയുടെ മുഖത്ത് പ്രകടമായിരുന്നു. അതും മറച്ചുവെക്കാതെ തന്നെ ലേഖ കിരണിന് നേരെ തിരിഞ്ഞു. കിരൺ, നിങ്ങൾ എന്താണ് ഒളിക്കാൻ ശ്രമിക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് അഞ്ജലിയുടെ ജീവന് തന്നെയാണ് ഗുണം ചെയ്യുക. കാരണം ഈ നിമിഷം വരെ നിങ്ങളെ തേടി പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം അവളെ കൊണ്ടുപോയത് ആരായാലും അവർക്ക് വേണ്ടത് പണമല്ല. ലേഖയുടെ വാക്കുകൾ കേട്ടതും നെഞ്ചിൽ ഒരു കൊള്ളിയാൻ വന്നു പതിച്ച കണക്കെ കിരൺ ഒന്ന് നടുങ്ങി. അത് ശ്രദ്ധിച്ചുകൊണ്ട് ലേഖ തുടർന്നു. സി മിസ്റ്റർ കിരൺ, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറയൂ. എങ്കിൽ മാത്രമേ എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അഞ്ജലി എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നു വിവാഹത്തിന് ശേഷം? ലേഖയുടെ ചോദ്യം കേട്ട് കിരൺ അല്പസമയം എന്തോ ആലോചിച്ചു നിന്ന ശേഷം പതിയെ സംസാരിച്ചു തുടങ്ങി. മാഡം, വിവാഹശേഷം അവൾ ജോലിക്കൊന്നും പോയിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് അവൾ ബാംഗ്ലൂരിൽ മോഡലിംഗ് ചെയ്തിരുന്നു. വിവാഹശേഷം എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവളത് നിർത്തുകയും ചെയ്തു. മാഡം, എനിക്ക് അവളെ തിരികെ വേണം. അവൾ മാത്രമല്ല, അവളുടെ വയറ്റിൽ ഞങ്ങളുടെ കുഞ്ഞുണ്ട്. അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അവൾ മിസ്സായതിന്റെ അന്ന് രാവിലെയാണ് കൺഫേം ചെയ്തത്.
വൈകിട്ട് വീട്ടിൽ ഒരു ചെറിയ സർപ്രൈസ് പാർട്ടി നടത്തി എല്ലാവരെയും അറിയിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പറഞ്ഞു തീർത്തപ്പോഴേക്കും കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ വാവിട്ട് കരയുന്നത് കണ്ടപ്പോൾ ലേഖയുടെ നെഞ്ചിലും ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടു. ഓക്കെ കിരൺ, എനിക്ക് നിങ്ങളുടെ റൂമൊന്ന് കാണണം. അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ലേഖ അത് പറഞ്ഞത്. വരൂ മാഡം. കണ്ണുകൾ തുടച്ചുകൊണ്ട് കിരൺ ലേഖയും കൂട്ടി അവരുടെ ബെഡ്റൂമിലെത്തിയ ശേഷം ഒരു വശത്തേക്ക് മാറി നിന്നു. ആ മുറിയിലാകെ ലേഖയുടെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു. പതിയെ നടന്നവർ റൂമിന്റെ ഒരു വശത്തായിരുന്ന വലിയ തടിയലമാരയുടെ അടുത്തെത്തി. കിരണിനെ ഒന്ന് നോക്കിയ ശേഷം അവർ ആ അലമാരയുടെ ഡോർ രണ്ടായി തുറന്നു. അതിലെ ഓരോ അറയും സസൂക്ഷ്മം നിരീക്ഷിച്ചു. വസ്ത്രങ്ങളും ആഭരണങ്ങളുമായിരുന്നു അതിൽ കൂടുതലും. ഒരു ചെറിയ അറ തുറന്നപ്പോൾ അതിൽ നിറയെ മെഡിസിനുകളും ടാബ്ലറ്റുകളും കണ്ടതും ലേഖ അതെല്ലാം പുറത്തേക്കെടുത്തു ബെഡിലേക്ക് ഇട്ട ശേഷം ഓരോന്നായി എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ കണ്ട പോലെ അവരുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ഒരു സ്ട്രിപ്പ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് ലേഖ അത് തിരിച്ചും മറിച്ചും നോക്കിയ ശേഷം കിരണിനെ അടുത്തേക്ക് വിളിച്ചു. കിരൺ, ഈ ടാബ്ലറ്റ് ആരാണ് കഴിച്ചിരുന്നത്? ലേഖയുടെ ചോദ്യവും മുഖത്തെ ഭാവവ്യത്യാസവും കണ്ടപ്പോൾ തന്നെ കിരണിന് എന്തോ അപകടം മണത്തു. അവൻ ആ സ്ട്രിപ്പ് കയ്യിലേക്ക് വാങ്ങിയ ശേഷം ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇത് അഞ്ജലി കഴിച്ചിരുന്നതാണ്. അവൾക്കിടയ്ക്കിടയ്ക്ക് വയറുവേദന വരുമായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഭ്രാന്തിയെ പോലെയായിരുന്നു. അങ്ങനെയാണ് ഈ ടാബ്ലറ്റ് കഴിക്കാൻ തുടങ്ങിയത്. ഇത് കഴിക്കാൻ തുടങ്ങിയതിനു ശേഷം അവൾക്ക് വയറുവേദന ഉണ്ടായിട്ടുമില്ല. ഇത് ഏത് ഡോക്ടറാണ് സജസ്റ്റ് ചെയ്തത്? അപ്പോഴേക്കും ലേഖയുടെ അടുത്ത ചോദ്യവും എത്തി. അതറിയില്ല മാഡം. ഒരു ദിവസം അവൾ തനിച്ചാണ് ഡോക്ടറെ കാണാൻ പോയത്. ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലാണ് പോയതെന്നാ പറഞ്ഞത്. പിന്നെ കൂടുതലൊന്നും ഞാൻ ചോദിച്ചതുമില്ല. ഡോക്ടറുടെ പേരോ മറ്റോ പറഞ്ഞായിരുന്നോ? ലേഖ വീണ്ടും സംശയത്തോടെ കിരണിനെ നോക്കി അടുത്ത ചോദ്യം എറിഞ്ഞു. ഇല്ല മാഡം. കാരണം അവൾ വന്നപ്പോൾ അവളുടെ കയ്യിൽ ആ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ നിന്നും കൊടുക്കുന്ന ഒരു കവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ചോദിക്കാഞ്ഞത്. മറുപടി പറഞ്ഞുകൊണ്ട് കിരൺ അലമാരയുടെ അടുത്തേക്ക് നടന്നു. വസ്ത്രങ്ങളുടെ അടിയിൽ നിന്നും ഹോസ്പിറ്റലിലെ ഒരു കവർ പുറത്തേക്കെടുത്ത് ലേഖയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതാണ് മാഡം, അവസാനമായി അവൾ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നത്. ലേഖ ആ കവർ കയ്യിലേക്ക് വാങ്ങി തുറന്നു നോക്കി. എന്നാൽ അകത്തൊരു പേപ്പറിന്റെ തുണ്ട് കഷ്ണമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നിരാശയോടെ ആ പേപ്പർ പുറത്തേക്കെടുത്ത ലേഖയുടെ മുഖം പെട്ടെന്ന് വിടർന്നു. കിരൺ, സാധാരണ അഞ്ജലി പുറത്തേക്ക് പോകാറുള്ളത് എങ്ങനെയാണ്? മാഡം, വിവാഹത്തിന് അവളുടെ അച്ഛൻ ഞങ്ങൾക്കൊരു കാർ സമ്മാനമായി തന്നിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് വേറെയും വണ്ടിയുള്ളതിനാൽ ആ കാർ അഞ്ജലി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അവൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൾ അതിലാണ് പോകാറ്. അഞ്ജലിക്ക് നാഷണൽ ബാങ്കിലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലേ? ഉണ്ട് മാഡം. കിരണിന്റെ മറുപടി കേട്ട് ലേഖ ഒന്ന് മൂളിയ ശേഷം കയ്യിലിരുന്ന മൊബൈലിൽ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് കിരണിന് നേരെ പിടിച്ചു. ഇവരെ കിരൺ അറിയുമോ? എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? കുറച്ചു സമയം ആ ഇമേജിലേക്ക് നോക്കി നിന്നെങ്കിലും കിരൺ ഇല്ല എന്ന അർത്ഥത്തിൽ തലയിളക്കി. ഓക്കെ കിരൺ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. അതുപോലെ മറ്റൊരു കാര്യം കൂടി. കിരൺ, അഞ്ജലി കഴിച്ചിരുന്ന ടാബ്ലറ്റ് വയറുവേദനയ്ക്കുള്ളതല്ല. അത് പലരും ഉപയോഗിക്കുന്നത് മയക്കുമരുന്നായാണ്. സ്ഥിരമായ ഉപയോഗം അത് ജീവന് തന്നെ ആപത്താണ്. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പലതരം മയക്കുമരുന്നിനേക്കാൾ ഡേഞ്ചറസ്. കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സ്ട്രിപ്പും ആ പേപ്പർ കഷ്ണവും ഹോസ്പിറ്റലിലെ കവറിലേക്ക് ഇട്ട ശേഷം അതുമെടുത്ത് ലേഖ തിടുക്കത്തിൽ തന്റെ കാറിന്റെ അരികിലേക്ക് നടന്നു. അപ്പോഴും ലേഖ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ കിരൺ അപ്പോഴും ഒരു ശില കണക്കെ മുറിയിൽ നിൽപ്പുണ്ടായിരുന്നു. തിരികെയുള്ള യാത്രയിൽ ലേഖ ആദ്യം വിളിച്ചത് കമ്മീഷണർ അൻവറിനെയാണ്. അദ്ദേഹത്തെ കേസിന്റെ സീരിയസ്നെസ് അവർ പറഞ്ഞു മനസ്സിലാക്കി. അതിനുശേഷം വിനോദിനെ വിളിച്ച് പിറ്റേന്ന് രാവിലെ തന്നെ അഞ്ജലിയുടെ ഒഴിച്ച് ബാക്കി മിസ്സിംഗ് ആയിരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ബന്ധുക്കളെ തന്റെ ഓഫീസിൽ എത്തിക്കണമെന്ന് അറിയിച്ച ശേഷം ലേഖ തന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായ ലേഖ പുറത്തേക്ക് വന്നപ്പോഴേക്കും സുദീപ് കയ്യിൽ 2 കപ്പിൽ ചായയുമായി അവരുടെ അടുത്തേക്ക് ചെന്നു. ചായക്കപ്പ് കയ്യിലേക്ക് വാങ്ങിക്കുന്നതിനിടയിൽ ലേഖ സുദീപിനെ ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് കവിളിലൊന്ന് നുള്ളി. അച്ചടാ, എന്തുപറ്റി? എന്റെ ചുന്ദരന് മുഖത്ത് കടന്നൽ കുത്തിയോ? ആ കുത്തി, വലിയൊരു IPS കടന്നൽ. സുദീപ് കപട ദേഷ്യത്തോടെ ലേഖയുടെ കൈ തട്ടിമാറ്റി അടുത്ത് കിടന്ന സോഫയിലേക്കിരുന്നു. പിണങ്ങല് സുദീപേട്ടാ, എന്റെ ജോലി ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കെട്ടിയത്. പിന്നെ ഇപ്പോ എന്താ? എങ്കിൽ പിന്നെ
അന്നേ ഒരു IT കാരിയെ കെട്ടിയാൽ പോരായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും ഒരുമിച്ചിരുന്ന് കമ്പ്യൂട്ടറിൽ കുത്താമായിരുന്നല്ലോ. പരിഭവിച്ചുകൊണ്ട് ലേഖ സുദീപിന് പുറം തിരിഞ്ഞു നിന്നു. ലേഖയുടെ പിണങ്ങിയുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ സുദീപിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. പെട്ടെന്ന് മുൻപോട്ടൊന്ന് ആഞ്ഞ സുദീപ് ലേഖയെ തന്റെ മടിയിലേക്ക് വലിച്ചിട്ട് കഴുത്തിൽ പ്രണയാതുരനായി അതിരങ്ങൾ അമർത്തി. പെട്ടെന്നുള്ള സുദീപിന്റെ പ്രവൃത്തിയിൽ ലേഖയുടെ കവിളുകൾ നാണത്താൽ ചുവന്നു തൊടുത്തു. അതുകൊണ്ട് തന്നെ ഗൗരവക്കാരിയായ പോലീസ് ഓഫീസറിൽ നിന്നും ഒരു ഭാര്യയായും അതിലുപരി ഒരു കാമുകിയായും പരിണമിക്കാൻ ലേഖയ്ക്ക് അധിക സമയം വേണ്ടി വന്നില്ല. ആവേശത്തോടെ സുദീപിന്റെ കഴുത്തിലൂടെ പുണർന്നുകൊണ്ടവൾ തന്റെ അതിരങ്ങൾ അവന്റെ അതിരങ്ങളിലേക്ക് ചേർത്തു. അതേസമയം ആ കരിങ്കൽ കോട്ടയുടെ ഉള്ളിലെ ഫ്രീസർ മുറിയുടെ നടുവിലായി മുട്ടുകുത്തിയിരിക്കുന്ന സ്ത്രീയുടെ പിന്നിലൂടെ കറുത്ത വലിയ കോട്ട് ധരിച്ച് തലയിൽ തൊപ്പിവെച്ച ആ രൂപം കയ്യിലൊരു ചുറ്റികയുമായി നടന്നെടുത്തു. അവരുടെ കൈകൾ പിന്നിലേക്ക് ബന്ധിച്ചു വെച്ചിരുന്നു. ചുണ്ടുകൾ ചേർത്ത് ടേപ്പ് ഒട്ടിച്ചിരുന്നതിനാൽ ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ അവർ തലയിട്ടിളക്കി. ഭയം അവളുടെ സിരകളിൽ ഇരച്ചു കയറുന്നതിന്റെ പ്രതിഫലനമെന്നോണം ആ തണുപ്പിലും അവളുടെ മുഖത്തും ശരീരത്തിലും വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. പൊടുന്നനെ തന്റെ തൊട്ടു മുൻപിൽ ഒരാളുടെ സാന്നിധ്യം മനസ്സിലായതും അവർ ഭീതിയോടെ പിന്നിലേക്ക് തിരിയാൻ ഒന്ന് ശ്രമിച്ചു. എന്നാൽ നിലത്തുരയുന്ന ചുറ്റികയുടെ ശബ്ദം യാന്ത്രികമായി തന്നെ അവളെ ആ പ്രേരണയിൽ നിന്നും പിന്തിരിപ്പിച്ചു. എന്നാൽ അടുത്ത നിമിഷം വാതിൽ തുറന്ന് തന്റെ മുൻപിലേക്ക് വന്ന രൂപം കണ്ട് അവർ ഭയന്നു വിറച്ചു. ദയനീയമായി അവൾ ആ രൂപത്തെ നോക്കി. മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ സൂസൻ? മധുരമായതും എന്നാൽ ഭീകരവുമായ ആ ശബ്ദം കേട്ടതും അവൾ ആലീല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഭയപ്പെടാൻ പാടില്ല സൂസൻ, കാരണം നീ ഒറ്റയ്ക്കല്ല. നിന്റെ എല്ലാ കൂട്ടാളികളെയും ഞങ്ങളെവിടെ എത്തിക്കും. നിനക്ക് മുൻപേ അവിടെ എത്തിയവർ നിന്നെയും കാത്തിരിപ്പാണ് സൂസൻ. പറഞ്ഞു തീർന്നതും ആ രൂപം ഒന്ന് പൊട്ടിച്ചിരിച്ചു. അടുത്ത നിമിഷം വായുവിലൂടെ എന്തോ ഒന്ന് തന്റെ നേർക്ക് ചീറിയടുക്കുന്നത് പോലെ സൂസന് തോന്നി. എന്നാൽ അതെന്താണെന്ന് മനസ്സിലാകാൻ മുൻപേ സൂസന്റെ തലയിലേക്ക് ആ ചുറ്റിക പതിഞ്ഞിരുന്നു. ശക്തമായ അടിയിൽ അവളുടെ തലയോട് നെടുകെ പിളർന്ന് തലച്ചോറ് പുറത്തേക്ക് തെറിച്ചു. ജീവനുള്ള പുഴുക്കളെ പോലെ അവ നിലത്തു കിടന്ന് ചലിച്ചു. വെട്ടിയിട്ട വാഴ കണക്കെ നിലത്തേക്ക് കമിഴ്ന്നു വീണ സൂസനെ പിന്നിൽ നിന്ന് അയാൾ ചവിട്ടി മലർത്തിയിട്ടു. അവളുടെ ശരീരത്തിന്റെ പിടച്ചിൽ പതിയെ പതിയെ നിലയ്ക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒരു മുഴുഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിച്ചു. ഒട്ടും സമയം പാഴാക്കാതെ തന്നെ അവർ സൂസന്റെ മൃതശരീരം വലിച്ചെടുത്ത് സ്ലാബിന്റെ മുകളിലേക്ക് കിടത്തി. ഷെൽഫിൽ നിന്നും മൂർച്ചയുള്ള വെട്ടുകത്തികളും ചെറിയ കത്തികളും എടുത്ത ശേഷം അവൾ കിരുവശത്തുമായി നിലയുറപ്പിച്ചു. പരസ്പരം നോക്കി അവരൊന്ന് ചിരിച്ചു. ഞൊടിയിടയിൽ ഒരാളുടെ കയ്യിലിരുന്ന വെട്ടുകത്തി ഒന്നുയർന്നു താണതും സൂസന്റെ തല ഉടലിൽ നിന്നും വേർപെട്ടു സ്ലാബിലൂടെ ഉരുണ്ട് നിലത്തേക്ക് വീണു. രക്തമൊഴുകിയിറങ്ങിയ അവളുടെ മുഖത്ത് അപ്പോഴും കണ്ണുകൾ തുറിച്ചു പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ തന്നെ അവർ തങ്ങളുടെ ജോലിയിൽ വ്യാപൃതരായി. നിമിഷങ്ങൾ കൊണ്ട് തന്നെ കാൽപാദങ്ങളും കൈപ്പത്തിയും മുറിച്ചു മാറ്റപ്പെട്ടു. കഴുത്തിൽ നിന്നും വയറുവരെ കത്തികൊണ്ട് വരച്ച ശേഷം ഇരുവശത്തേക്കുമായി അവർ സൂസന്റെ തൊലി ഉരിഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഒപ്പം മാരടത്തിന് മുകളിലായി ഉണ്ടായിരുന്ന ടാറ്റു ഇളകിമാറി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ കെട്ടിടത്തിനുള്ളിൽ മുരിയുന്ന മാംസത്തിന്റെ ഗന്ധം ഉയർന്നു തുടങ്ങി. വിയർപ്പ് കണങ്ങൾ തിളങ്ങി നിൽക്കുന്ന ലേഖയുടെ ദേഹത്തേക്ക് സുദീപ് ഒന്നുകൂടി ചുരുണ്ടുകൂടിക്കൊണ്ട് അവളുടെ കവിളുകളിൽ പതിയെ ചുണ്ടുകൾ അമർത്തി. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ലേഖ ബെഡിൽ നിന്നും പിടഞ്ഞെണീറ്റു. സുദീപേട്ടാ, ഒന്ന് വന്നേ, കുറച്ച് ജോലിയുണ്ട്. ആ കേസിൽ 1-2 തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. സുദീപിനോട് പറഞ്ഞുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റ ലേഖ പലയിടത്തായി ചിതറിക്കിടന്ന തന്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് പുറത്തേക്ക് നടന്നു. അല്പം കഴിഞ്ഞ് സുദീപ് ഹാളിലേക്ക് വന്നപ്പോഴേക്കും ലേഖ ഒരു പേപ്പർ കഷ്ണം കയ്യിൽ പിടിച്ച് ഇരിക്കുന്നതാണ് കണ്ടത്. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്ത് തെളിവാണ് കിട്ടിയെന്ന് പറഞ്ഞത്? ലേഖയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് സുദീപ് ചോദിച്ചു. സുദീപേട്ടാ, ഇത് കണ്ടോ? ഇത് മിസ്സിംഗ് ആയ അഞ്ജലി കുളത്തിപ്പുഴയിലെ ഒരു പെട്രോൾ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചതിന്റെ ബില്ലാണ്. പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് ചെയ്തിരിക്കുന്നത്. അതുമല്ല, മയക്കുമരുന്നായി ഉപയോഗിക്കുന്ന ടാബ്ലറ്റും അഞ്ജലി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ അവർ ടാബ്ലറ്റ് വാങ്ങാനാണ് അവിടെ പോയതെങ്കിലോ? ആരാണ് അവർക്ക് അത് കൊടുത്തിരുന്നത്? അവർ തന്നെയാകില്ലേ ഒരുപക്ഷെ അഞ്ജലിയുടെ തിരോധാനത്തിന് പിന്നിലും? ലേഖ പറയുന്ന കാര്യങ്ങൾ കൗതുകത്തോടെ കേട്ടിരുന്ന സുദീപ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഒന്ന് ചിരിച്ചു. അതെ മാഡം, എനിക്ക് പണി പോലീസിലല്ല. എനിക്കിതൊന്നും പറഞ്ഞാലും മനസ്സിലാകില്ല. എനിക്ക് മനസ്സിലാകുന്ന എന്തെങ്കിലും ഉണ്ടേ പറ. ആ, എന്നാ സാറിന് മനസ്സിലാകുന്ന ഒന്നുണ്ട്. ലേഖ ഒരു ലിസ്റ്റ് എടുത്ത് സുദീപിനെ ഏൽപ്പിച്ചു.
ഇതിലുള്ളത് മിസ്സിംഗ് ആയ 6 പേരുടെ ഡീറ്റെയിൽസ് ആണ്. ഇത് വെച്ച് അവരുടെ എല്ലാ ഫേസ്ബുക്കും ഒന്നെടുക്കണം. അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് കൂടി നോക്കണം. അപ്പോഴേക്കും ഞാൻ 1-2 കോൾ ചെയ്തിട്ട് വരാം. മൊബൈൽ എടുത്തുകൊണ്ട് ലേഖ ബാൽക്കണിയിലേക്ക് നടക്കുമ്പോഴേക്കും സുദീപ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തിരുന്നു. വിദൂരതയിലേക്ക് നോക്കി ബാൽക്കണിയിൽ അല്പസമയം നിന്ന ശേഷം ലേഖ മൊബൈലിൽ കിരണിന്റെ നമ്പർ ഡയൽ ചെയ്തു. അല്പസമയത്തെ റിങ്ങിന് ശേഷമാണ് കിരൺ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ കിരൺ, ഞാൻ ലേഖയാണ്. ഒരു കാര്യമറിയാൻ വേണ്ടിയാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അഞ്ജലി തനിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചോ കുളത്തുപുഴയിൽ പോയിരുന്നു? ഇല്ല മാഡം, പോയിട്ടില്ല. കിരൺ, ധൃതി വെക്കണ്ട, ആലോചിച്ച് പറഞ്ഞാൽ മതി. മാഡം, ആലോചിക്കാനൊന്നുമില്ല. അവൾക്ക് അവിടെ പോകേണ്ട യാതൊരു കാര്യവുമില്ല. അതുമല്ല, അത്രയും ദൂരം അവളെ ഞാൻ തനിച്ച് വിടുകയുമില്ല. എന്താ മാഡം ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അത് ചോദിക്കുമ്പോൾ കിരണിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു. ഒന്നുമില്ല കിരൺ, ഒരു സംശയം തീർക്കാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ആ കോള് കട്ട് ചെയ്ത ശേഷം ലേഖ വിനോദിനെ വിളിക്കാനായി അയാളുടെ നമ്പർ എടുത്തതും ലേഖയുടെ മൊബൈൽ റിങ് ചെയ്യാൻ തുടങ്ങി. ഹലോ വിനോദ്, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. മാഡം, ഒരു അർജന്റ് കാര്യമുണ്ട്. കൊല്ലം നോർത്ത് സ്റ്റേഷനിൽ ഒരു മിസ്സിംഗ് കേസ് ഏകദേശം ഒരു 15 മിനിറ്റ് മുമ്പേ രജിസ്റ്റർ ആയിട്ടുണ്ട്. മിസ്സിംഗ് ആയിരിക്കുന്നത് സൂസൻ മാത്യു, വയസ്സ് 30. ഇന്ന് രാവിലെ മുതലാണ് കാണാതായിരിക്കുന്നത്. ഓ മൈ ഗോഡ്. അത് കേട്ടതും ലേഖ ഒന്ന് ഞെട്ടി. ഓക്കെ വിനോദ്, ലിസൺ ടു മീ. ആദ്യം തന്നെ സൈബർ സെല്ലിൽ പോയി ഇതുവരെ മിസ്സിംഗ് ആയിരിക്കുന്ന എല്ലാവരുടെയും കോൾ ലിസ്റ്റും ലാസ്റ്റ് ടവർ ലൊക്കേഷൻ എടുക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ മിസ്സിംഗ് ആയിരിക്കുന്ന സൂസൻ മാത്യുവിന്റെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്യണം. പിന്നെ നാളെ രാവിലെ നാഷണൽ ബാങ്കിൽ പോയി അഞ്ജലിയുടെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡിന്റെ കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്തിട്ട് ഓഫീസിലേക്ക് വന്നാൽ മതി. അഞ്ജലിയുടെ കാര്യത്തിൽ ചില ലീഡ് കിട്ടിയിട്ടുണ്ട് വിനോദ്. വിനോദിനോട് കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞ ശേഷം കോള് കട്ടാക്കി ലേഖ സുദീപിന്റെ അടുത്തേക്ക് നടന്നു. എന്തായി സുദീപേട്ടാ, എനി ഹോപ്പ്? ലേഖ പ്രതീക്ഷയോടെ സുദീപിന്റെ മുഖത്തേക്ക് നോക്കി. ഹോപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഈ ലിസ്റ്റിലുള്ളവർ പരസ്പരം സുഹൃത്തുക്കളല്ല. നോ കോണ്ടാക്ട്, നോ മെസ്സേജസ്. പിന്നെ ആകെയുള്ളത് ജാസ്മിനും അഞ്ജലിയും ഒരു കോമൺ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. അതൊരു ലീഡാണെന്ന് തോന്നുന്നില്ല. കാരണം ആ ഗ്രൂപ്പിൽ ഏകദേശം 100,000-ഓളം ആളുകളുണ്ട്. വളരെ ഫേമസ് ഗ്രൂപ്പാണത്. സുദീപിന്റെ മറുപടി കേട്ട് ലേഖ ഒന്ന് മൂളിയ ശേഷം വാട്സപ്പ് ഓൺ ചെയ്തു. വിനോദിന്റെ മെസ്സേജ് കാണിച്ചു കൊടുത്തു. ഇതുകൂടി ഒന്ന് നോക്കൂ സുദീപേട്ടാ, ഇന്ന് മിസ്സിംഗ് ആയതാണ്. അല്പസമയത്തെ തിരച്ചിലിന് ശേഷം സുദീപ് ലേഖയൊന്ന് നോക്കി. ലേഖ, സീ ദിസ്? ഐ തിങ്ക് ഇറ്റ്സ് എ ഹിന്റ്. ആകാംക്ഷയോടെ ലാപ്ടോപ്പ് ഡിസ്പ്ലേയിലേക്ക് നോക്കിയ ലേഖ അത് കണ്ട് ഒന്ന് നടുങ്ങി. സൂസൻ മാത്യുവും അതേ ഗ്രൂപ്പിലെ മെമ്പർ. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഫോട്ടോസ് നോക്ക്. 10 മാസങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രം ലേക്ക് പാലസ് റിസോർട്ടിൽ നടന്ന അവരുടെ ഒരു മീറ്റപ്പ് പ്രോഗ്രാമിൻ്റെതാണ്. ഏകദേശം 2000-ഓളം പേർ പങ്കെടുത്തുവെന്നാണ് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് കോർഡിനേറ്റ് ചെയ്ത ആളെ കണ്ടെത്തിയാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും. സുദീപ് പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ ലേഖയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ മുളപൊട്ടി. അന്നു രാത്രി ലേഖയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കുളത്തുപുഴ പുനരൂർ റോഡിൽ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് സൂസിനു വേണ്ടിയുള്ള വാഹന പരിശോധന കർശനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. വരുന്ന ഓരോ വാഹനങ്ങളും കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് പോലീസ് കടത്തിവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്ന് സൈറൺ മുഴക്കിക്കൊണ്ട് പാഞ്ഞുവന്ന ആംബുലൻസ് വഴിയൊരുക്കുമ്പോൾ അവരാരും അറിഞ്ഞിരുന്നില്ല അതിനുള്ളിൽ അവർ തേടിക്കൊണ്ടിരിക്കുന്ന സൂസന്റെ ശരീരാവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നുണ്ടെന്ന്. പിറ്റേന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ വിനോദ് വിളിച്ചു പറഞ്ഞതനുസരിച്ച് മിസ്സിംഗ് ആയവരുടെ ബന്ധുക്കളെല്ലാം ലേഖയുടെ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. അധികം വൈകാതെ തന്നെ അവിടേക്ക് എത്തിച്ചേർന്ന വിനോദ് അനുവാദം വാങ്ങി ലേഖയുടെ ക്യാബിനിലേക്ക് കയറി ചെന്നു. ലേഖയെ സല്യൂട്ട് ചെയ്ത ശേഷം കയ്യിലിരുന്ന ഫയൽ വിനോദ് ലേഖയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. മാഡം, മിസ്സിംഗ് ആയവരിൽ 4 പേരുടെ നമ്പറിലേക്ക് ഇന്റർനെറ്റ് കോൾ വന്നിട്ടുണ്ട് പലതവണ. ജാസ്മിൻ, അഞ്ജലി, സൂസൻ മാത്യു, വർഷ, ഇതാണ് ആ 4 പേർ. കോളിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയില്ല മാഡം. കാരണം തോർ പോലെയുള്ള ബ്രൗസർ ഉപയോഗിച്ചാണ് അവർ ഇത്തരം കോളുകൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിന്റെ ലൊക്കേഷൻ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. പിന്നെ അഞ്ജലിയുടെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ മാഡത്തിന്റെ സംശയം ശരിയാണ്. അഞ്ജലി പലതവണ അതേ പമ്പിൽ നിന്നും പെട്രോൾ അടിച്ചിട്ടുണ്ട്.
എല്ലാം കേട്ടുകഴിഞ്ഞ് ലേഖ കസേരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് വിനോദിനെ ഒന്ന് നോക്കി. സോ ഇതെല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. അവർ 4 പേരും മിസ്സിംഗ് ആണ്. അതുമാത്രമല്ല, ജാസ്മിന്റെ ശരീരാവശിഷ്ടം കിട്ടിയതും മറ്റുള്ളവരുടെ മിസ്സിംഗ് ഡേറ്റ് കൂടി വെച്ച് നോക്കുമ്പോൾ മേ ബി അവരെല്ലാം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കണം വിനോദ്. പക്ഷെ ഇപ്പോഴും നമുക്കുറപ്പില്ലാത്തത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു. 2, ഈ 4 പേരിൽ ഇത് അവസാനിക്കുമോ ഇല്ലയോ. എന്തായാലും ആ 3 പേരുടെ റിലേറ്റീവ്സിനെ മാത്രം അകത്തേക്ക് വിളിക്കേ. എത്രയും വേഗം ഈ തലവേദനയ്ക്കൊരു തീരുമാനമുണ്ടാക്കിയേ പറ്റൂ. ദേഷ്യത്തോടെ മേശപ്പുറത്തിടിച്ചുകൊണ്ട് ലേഖ കസേരയിലേക്കിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും വിനോദ് ഏകദേശം 35-നും 40-നും ഇടയ്ക്ക് പ്രായം തോന്നിക്കുന്ന 3 പേരെയും കൂട്ടി അകത്തേക്ക് കയറി വന്നു. അവരുടെ കസേരയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലേഖ ഷെൽഫിൽ നിന്നും ഒരു ഫയൽ എടുത്തു തുറന്ന ശേഷം കുറച്ച് ഫോട്ടോസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യവും വ്യക്തവുമായിരിക്കണം. ഒന്നും ഒളിക്കാൻ ശ്രമിക്കരുത്, മനസ്സിലായോ? അത് കേട്ടതും അവർ മൂവരും മനസ്സിലായ അർത്ഥത്തിൽ തലയിളക്കി. ഒന്ന് മൂളിക്കൊണ്ട് ലേഖ ഒരു ഫോട്ടോ കയ്യിലെടുത്തു. അവരുടെ നേരെ തിരിച്ചു പിടിച്ചു. ഇതിൽ കാണുന്ന ടാറ്റു നിങ്ങളുടെ ആരുടെയൊക്കെ ഭാര്യമാരുടെ ശരീരത്തിലുണ്ടായിരുന്നു? ജാസ്മിന്റെ കഴുത്തിലുണ്ടായിരുന്നു എന്ന് ഇയാൾ സമ്മതിച്ചിരുന്നു നേരത്തെ തന്നെ. സൂസന്റെ നെഞ്ചിൽ ടാറ്റു ഉണ്ടായിരുന്നു മാഡം. പെട്ടെന്നുള്ള അയാളുടെ മറുപടി കേട്ട് ലേഖ ഒന്ന് മൂളിയ ശേഷം വർഷയുടെ ഭർത്താവിനെ നോക്കി. അത് ഷോൾഡറിന് താഴെ കയ്യിൽ. ആദ്യമായി ആയതിനാലാകാം അയാൾ നന്നായി ഭയന്നിരുന്നു എന്ന് ലേഖയ്ക്ക് അയാളുടെ മറുപടിയിൽ നിന്ന് മനസ്സിലായി. ശരി, ഈ ടാറ്റു അവർ വിവാഹശേഷമാണോ ചെയ്തത്? അല്ല മാഡം. 3 പേർക്കും ഒരേ മറുപടി തന്നെയായിരുന്നു ആ ചോദ്യത്തിന്. ഓക്കെ. നിങ്ങളുടെ ഭാര്യയുടെ ഒപ്പം എപ്പോഴെങ്കിലും ഈ ബാക്കിയുള്ള 3 പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അവരെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായി ഓർമ്മയുണ്ടോ? ഒരു ഞെട്ടലോടെ തങ്ങളുടെ മുൻപിലേക്ക് ലേഖ നീട്ടിപ്പിടിച്ച 4 ഫോട്ടോയിലേക്കും അവർ നോക്കിയിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അവർ മുഖമുയർത്തി ലേഖയെ ഒന്ന് നോക്കി. അറിയില്ല എന്ന അർത്ഥത്തിൽ തലയിളക്കി. ഉറപ്പാണോ? നിങ്ങൾ ഒരിക്കൽ പോലും ഇവരാരെയും കണ്ടിട്ടില്ല? അത് ചോദിക്കുമ്പോൾ ലേഖയുടെ ശബ്ദം അല്പം ഉയർന്നിരുന്നു. ഇല്ല മാഡം. അവരുടെ മറുപടിയിൽ യാതൊരു മാറ്റവുമില്ലായിരുന്നു. പെട്ടെന്ന് മൊബൈൽ റിങ് ചെയ്യുന്നത് കണ്ട ലേഖ മൊബൈൽ കയ്യിലെടുത്തു. അതിൽ കമ്മീഷണർ അൻവറിന്റെ നമ്പർ കണ്ടതും വിനോദിനോട് കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലേഖ പുറത്തേക്ക് നടന്നുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. അതുവരെയുള്ള അന്വേഷണത്തിന്റെ വിവരങ്ങളും കണ്ടെത്തലുകളും ലേഖ അൻവറിനെ ധരിപ്പിച്ചു. അധികം താമസിയാതെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് ലേഖ കോള് കട്ട് ചെയ്ത് ഓഫീസിനുള്ളിലേക്ക് കയറി. എന്തായി വിനോദ്? അവർക്ക് എന്താണ് പറയാനുള്ളത്? ലേഖ വിനോദിനോട് ചോദിച്ചുകൊണ്ട് കസേരയിലേക്കിരുന്നു. മാഡം, ഒരു ലീഡുണ്ട്. എന്താണത്? ലേഖ ആകാംക്ഷയോടെ വിനോദിനെ നോക്കി. പെട്ടെന്ന് വിനോദ് അവിടെ ഉണ്ടായിരുന്നവരോട് മടങ്ങിപ്പോയിക്കൊള്ളാൻ ആവശ്യപ്പെട്ടതിന് ശേഷം കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് ലേഖയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. മാഡം, അവരാരും ആ ടാബ്ലറ്റ് ഉപയോഗിച്ചിരുന്നതായി അവർക്കറിവില്ല. പക്ഷേ ജാസ്മിൻ വിവാഹത്തിന് മുമ്പ്, അതായത് ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അവിടെ ഒരു കൺസൾട്ടിംഗ് കമ്പനിയിലായിരുന്നു ജോലി. ജാസ്മിൻ മാത്രമല്ല, സൂസനും വർഷയും അതേ കാലയളവിൽ തന്നെ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. വർഷ ജോലി ചെയ്തിരുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു. സൂസൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലെ HR ഡിപ്പാർട്ട്മെന്റിലും. അങ്ങനെ നോക്കുമ്പോൾ അവർ തമ്മിൽ പരിചയം ബാംഗ്ലൂർ വെച്ചായിരിക്കാനാണ് സാധ്യത. വിനോദ്, ജാസ്മിൻ എന്തായിരുന്നു ജോലിയെന്നാണ് പറഞ്ഞത്? മാഡം, അതൊരു പ്രൈവറ്റ് കൺസൾട്ടിംഗ് കമ്പനിയായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. കൂടുതലൊന്നും അയാൾക്കറിവില്ല. വിവാഹാലോചന സമയത്ത് ജാസ്മിന്റെ വീട്ടുകാർ പറഞ്ഞറിഞ്ഞതെന്നാണ് അയാൾ പറഞ്ഞത്. വിനോദ്, അതുതന്നെയാണ് അവരെ ഒന്നിപ്പിക്കുന്ന ലിങ്ക്. കിരൺ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അഞ്ജലിയും ഏകദേശം അതേ സമയത്ത് തന്നെയാണ് ബാംഗ്ലൂരിലുണ്ടായിരുന്നത്. സോ ഇനി നമുക്കറിയേണ്ടത് ബാംഗ്ലൂരിൽ അവർ ശരിക്കും എന്തായിരുന്നു ചെയ്തിരുന്നത് എന്നാണ്. എന്റെ തിയറി ശരിയാണെങ്കിൽ ബാംഗ്ലൂരിൽ അവർ ചെയ്ത എന്തോ ഒന്നിന്റെ ബാക്കിയാകണം അവരുടെ ഈ മിസ്സിംഗ്. പക്ഷെ മാഡം, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരെ തട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യകത എന്താണ്? അവരോട് പകയുള്ള ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ അവർക്കത് എന്നേ ആകാമായിരുന്നില്ലേ? ഇത്രയും വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? വിനോദ് സംശയത്തോടെ ലേഖയെ നോക്കി. ശരിയാണ് വിനോദ്, ഒരുപക്ഷെ അതിന് വ്യക്തമായൊരു കാരണമുണ്ടാകാം. അതെന്താണെന്നാണ് നമ്മളിനി കണ്ടെത്തേണ്ടത്. ഓക്കെ മാഡം,
അങ്ങനെയാണെങ്കിൽ ഒഫീഷ്യലായി കർണാടക പോലീസുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് അവരെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം കിട്ടാനുള്ള സാധ്യതയില്ലേ? വിനോദ് പറഞ്ഞ അഭിപ്രായം ശരിയാണെങ്കിലും ലേഖ അല്പസമയം ഒന്ന് ആലോചിച്ച ശേഷം വിനോദിനെ നോക്കി. അത് വേണ്ട വിനോദ്, അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അൻവർ സാറിന്റെ ഒരു ബാച്ച്മേറ്റ് ഇപ്പോൾ ബാംഗ്ലൂർ SP ആണ്. സാറ് മുൻപൊരിക്കൽ അദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അൻവർ സാർ വഴി കാര്യങ്ങൾ നീക്കിയാൽ മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ഇവിടെ കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യത്തേത്, അഞ്ജലി എന്തിനായിരുന്നു കുളത്തുപുഴയിൽ പോയിരുന്നതെന്ന് അറിയണം. അതിന് നമുക്ക് ആ പെട്രോൾ പമ്പിൽ വരെ ഒന്ന് പോകണം. അതുപോലെ തന്നെ അവർ 4 പേരും ഉണ്ടായിരുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻസ്, അതുപോലെ തന്നെ അന്നത്തെ അവരുടെ മീറ്റപ്പ് കോർഡിനേറ്റേഴ്സിനെയും നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ അവർ 4 പേരും ആ പ്രോഗ്രാമിന് ചെന്നിരുന്നോ എന്നും അവരുടെ മിസ്സിങ്ങിന് ആ ഗ്രൂപ്പുമായും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ വിനോദ് എൻ്റെ കൂടെ കുളത്തിപ്പുഴയ്ക്ക് വരണം. ഗ്രൂപ്പിന്റെ കാര്യം റിയാസിനെ ഏൽപ്പിക്കാം. കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ടേബിളിലിരുന്ന തൊപ്പിയും എടുത്ത് ലേഖ ക്യാബിനിന്റെ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ വാട്സപ്പിൽ റിയാസിന് ചില മെസ്സേജുകൾ അയച്ചു. ശേഷം റിയാസിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. കൃത്യം 2ാമത്തെ റിങ്ങിൽ മറുവശത്ത് റിയാസിന്റെ ശബ്ദമെത്തി. റിയാസ്, ഞാനൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. അതിന്റെ അഡ്മിൻസ്, അതുപോലെ തന്നെ അവർ നടത്തിയ മീറ്റപ്പിന്റെ കോർഡിനേറ്റർ, അതാരൊക്കെയായാലും 2 മണിക്കൂറിനകം എൻ്റെ ഓഫീസിലുണ്ടായിരിക്കണം. അതുപോലെ ആ പ്രോഗ്രാമിന്റെ വീഡിയോ ഫുട്ടേജ്, ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിസ്സാക്കരുത്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ സൈബർ സെല്ലുമായി കോൺടാക്ട് ചെയ്യണം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ്, ഇറ്റ്സ് വെരി അർജന്റ്. റിയാസിന്റെ കോള് കട്ട് ചെയ്ത ശേഷം ലേഖ അൻവറിനെ വിളിച്ചു. പുതുതായി ലഭിച്ച വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം വേണ്ട സഹായങ്ങൾ ചെയ്തു തരാൻ കൂടി ആവശ്യപ്പെട്ടു. ഏകദേശം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവർ പെട്രോൾ പമ്പിൽ എത്തിച്ചേർന്നു. പെട്ടെന്ന് പോലീസ് വാഹനം കണ്ടതും അവിടുത്തെ ജീവനക്കാരെല്ലാം ഒന്ന് ഭയന്നു. ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങിയ ലേഖ വിനോദിനെ ഒന്ന് നോക്കിയ ശേഷം മാനേജർ എന്നെഴുതി വെച്ചിരിക്കുന്ന ബോർഡിൽ നോക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് നടന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ വിനോദ് ഒന്ന് തലയിളക്കി. ലേഖ അകത്തേക്ക് കയറിയതും വിനോദ് അവിടുത്തെ ജീവനക്കാരെയെല്ലാം അടുത്തേക്ക് വിളിച്ചു. മൊബൈൽ ഗാലറി ഓപ്പൺ ചെയ്ത ശേഷം അഞ്ജലിയുടെ ഫോട്ടോ എടുത്ത് മൊബൈൽ അവർക്ക് നേരെ പിടിച്ചു. പെട്ടെന്ന് ഓഫീസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്ന ലേഖയെ കണ്ടതും മാനേജർ സീറ്റിലിരുന്ന യുവതി ചാടിയെണീറ്റു. ഏയ്, ഇരിക്കെ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലേഖ അവരെ സമാധാനിപ്പിച്ച് കസേരയിലിരുത്തി. തന്റെ പേരെന്താ? സ്മിത. എന്താ മാഡം കാര്യം? വിറയലോടെ അവളുടെ ചോദ്യം കേട്ട് ഒന്ന് മൂളിയ ശേഷം ലേഖ അഞ്ജലിയുടെ ഫോട്ടോ എടുത്ത് സ്മിതയെ കാണിച്ചു. ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു. ഇവരെ പറ്റി എന്തെങ്കിലും തനിക്കറിയാമോ? പലപ്പോഴും വലിയൊരു എമൗണ്ടിന് പെട്രോൾ അടിക്കുന്ന ആളായതുകൊണ്ട് എന്തെങ്കിലും പരിചയമുണ്ടോ അവരുമായി? ഏയ് ഇല്ല മാഡം, ഞാൻ കണ്ടിട്ടില്ല ഇവരെ. അത് പറയുമ്പോൾ ഭയം കൊണ്ട് സ്മിതയുടെ വാക്കുകൾ ഇടമുറിയുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് ലേഖ തുടർന്നു. ശരി, ഇവിടെ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? ഇല്ല മാഡം, ഈ പമ്പ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് ഇതുവരെ CCTV ഒന്നും വെച്ചിട്ടില്ല. ലേഖയുടെ ചോദ്യത്തിനുള്ള മറുപടി പറയുമ്പോഴേക്കും അവൾ കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. പെട്ടെന്ന് ഡോർ തുറന്ന് വിനോദ് ഒരു ചെറുപ്പക്കാരനുമായി അകത്തേക്ക് കയറി വന്നു. മാഡം, ഇവനാണ് സ്ഥിരമായി അഞ്ജലിക്ക് പെട്രോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം ടിപ്പൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുഖം മറന്നിട്ടില്ല. കാര്യങ്ങൾ വിശദമായി ചോദിച്ചപ്പോഴാണ് മാനേജറും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ആഹാ, അങ്ങനെയാണോ കാര്യങ്ങൾ? അപ്പോൾ കുഴപ്പമാണല്ലോ വിനോദേ. ഈ കൊച്ച് ഇപ്പോൾ പറഞ്ഞത് അഞ്ജലിയെ കണ്ടിട്ടേയില്ല എന്നല്ലേ? ഒരു കാര്യം ചെയ്യേ, 2 പേരെയും വണ്ടിയിലോട്ട് കയറ്റിക്കോ. സ്റ്റേഷനിൽ കൊണ്ടുപോയി നമുക്കതിന്റെ മുറയ്ക്ക് ചോദിക്കാം. അപ്പോൾ കാര്യങ്ങൾ കൊച്ചു പറയും. ലേഖ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാനായി തിരിഞ്ഞതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്മിത ഓടിവന്ന് ലേഖയുടെ കാലിലേക്ക് വീണു. മാഡം, ഞാൻ പറയാം. ദൈവത്തെ ഓർത്ത് എന്നെ കൊണ്ടുപോകരുത്. അല്പസമയത്തെ മൗനത്തിന് ശേഷം അവർ ലേഖയെയും വിനോദിനെയും ദയനീയമായി നോക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു തുടങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗം ഉടൻ തന്നെ വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.